ഹലോ എവരിവൺ, വെൽക്കം ടു സക്സസ് അക്കാദമി. നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് വെൻ ഡയഗ്രം എന്താണെന്ന് നോക്കാം. RRB SSC പോലുള്ള പരീക്ഷകളിൽ വെൻ ഡയഗ്രത്തിൽ നിന്ന് ഷുവർ ആയിട്ടൊരു ക്വസ്റ്റൻ ഉണ്ടാവും. ബേസിക്കലി നമുക്ക് വെൻ ഡയഗ്രം എന്താണെന്ന് നോക്കാം. എക്സ്പ്ലനേഷൻ ഇതാണ്: വെൻ ഡയഗ്രാംസ് ആർ ദ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ് യൂസിങ് ജോമെട്രിക്കൽ ഫിഗേഴ്സ്. വെൻ ഡയഗ്രാംസ് ആർ യൂസ്ഡ് ടു വിഷ്വലൈസ് ലോജിക്കൽ റിലേഷൻഷിപ്സ് എമംഗ് ഗിവൻ ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ്. നമുക്കറിയാം ജോമെട്രിക്കൽ ഫിഗേഴ്സ് എന്ന് പറയുന്ന സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ അതുപോലുള്ള ജോമെട്രിക്കൽ ഫിഗേഴ്സ് ഉപയോഗിച്ച് ഒരു ലോജിക്കൽ റിലേഷൻഷിപ്സ് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് വെൻ ഡയഗ്രാം. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇതൊരു എക്സാമ്പിൾ ആകുമ്പോൾ ഒന്നുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ കുറച്ച് ഗ്രൂപ്പ് ആൾക്കാർ എടുക്കുകയാണെങ്കിൽ അതിൽ ടീയും കോഫിയും കൺസ്യൂം ചെയ്യുന്നവർ അവർ വെച്ച് തന്നെ എടുക്കാം. ടീ, കോഫി. ഇത് നമ്മൾ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത് കോമൺലി നമ്മൾ ബേസിക്കലി സർക്കിളാണ് നമ്മൾ കോമൺലി എടുക്കുന്നത് വെൻ ഡയഗ്രാം യൂസ് ചെയ്യാനായിട്ട്. ഒരു സർക്കിൾ ടി. ഈ ഡയഗ്രാം നമ്മളെ ഈ ഡയഗ്രാം സൂചിപ്പിക്കുന്നത് ഇത് ടീ കൺസ്യൂം ചെയ്യുന്നവർ, ഇത് കോഫി കൺസ്യൂം ചെയ്യുന്നവർ. ഇത് എന്നാൽ ഇതിൻ്റെ ഒരു അപ്ഗ്രേഡ് ലെവലായിട്ട് ടീ ആൻഡ് കോഫി കൺസ്യൂം ചെയ്യുന്നവർ, ടീ ആൻഡ് കോഫി. അത് നമ്മൾ എങ്ങനെ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യും നമുക്ക് നോക്കാം. ഇപ്പം സർക്കിൾ മാത്രമല്ല, ട്രയാങ്കിൾ, സ്ക്വയർ ഇഷ്ടം. നമുക്കിപ്പോൾ ടീനെ സർക്കിൾ, കോഫീനെ ട്രയാങ്കിളും കൊണ്ട് സൂചിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ഡയഗ്രാമാറ്റിക്കലി എങ്ങനെയാണ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സർക്കിൾ ടീ, ഇത് കോഫി. ഈ ഒരു പോർഷനാണ് ടീ ആൻഡ് കോഫി കൺസ്യൂം ചെയ്യുന്നവർ. മാത്തമാറ്റിക്കലി ടി ഇൻ്റർസെക്ഷൻ സി എന്നാണ് ഈ ഒരു ടൈമിനെ പറയുന്നത്. രണ്ട് ടൈം മാത്രമല്ല, ടീ, കോഫി, ജ്യൂസ്, അങ്ങനെ എന്തോ ആകാം. രണ്ടോ അതിൽ കൂടുതൽ ടൈംസും നമുക്ക് സൂചിപ്പിക്കാം. ഇപ്പം ടീ, കോഫി, ജ്യൂസ്, ഇത് മൂന്നും കൺസ്യൂം ചെയ്യുന്നവരെ നമുക്ക് സൂചിപ്പിക്കുന്നത് ഇത് ടീ, ഇത് കോഫി, ഇത് ജ്യൂസ്. ഈ ഒരു പോർഷനാണ് ടീ, കോഫി, ജ്യൂസ് എന്നീ കൺസ്യൂം ചെയ്യുന്നവരെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു പോർഷനാണ് ടീ, ജ്യൂസ് ഉള്ളിയാണ്. ഇത് ടീ, കോഫിയാണ്. ഇത് കോഫി, ജ്യൂസ്. അത്തരത്തിലാണ് നമ്മൾ കുറച്ച് പ്രോബ്ലത്തിലേക്ക് വരാൻ നേരത്ത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. കുറച്ച് പ്രോബ്ലംസ് ഇതുമായി ബേസ് ചെയ്തു. അടുത്ത ഒരു 3 ടേംസും കൂടി വെൻ ഡയഗ്രത്തിൽ അറിഞ്ഞിരിക്കണം. നോ, സം, ഓൾ ഇൻ വെൻ ഡയഗ്രാം. ഒന്നുമില്ല, ഇത്ര ഉള്ളൂ. ഇവിടെ നോക്കിയോ, ഫസ്റ്റ് നോ തന്നെ നമുക്ക് എടുക്കാം. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് വഴി നമുക്കിത് ഒന്ന് നോക്കാം. ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതാം. നോ ബോയ്സ് ആർ ഇൻ്റലിജൻറ്റ്. ഇത് വെൻ ഡയഗ്രത്തിലൂടെ സൂചിപ്പിക്കുന്നത് നോ എന്ന് പറയുമ്പോൾ തന്നെ തമ്മിൽ ബന്ധമില്ല. ഇത് ബോയ്സിനെ സൂചിപ്പിക്കുന്ന ഒരു വെൻ ഡയഗ്രാം. ഇത് ഇൻ്റലിജൻറ്റ്. അവർ തമ്മിൽ നോക്കുകയാണെങ്കിൽ കണക്ഷൻ ഇല്ല. അതാണ് ഈ നോ എന്നൊരു ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ടൈം സം. അടുത്ത സം നോക്കാം. ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത് സം ബോയ്സ് ആർ ഇൻ്റലിജൻറ്റ്. ഇതിൻ്റെ വെൻ ഡയഗ്രാം നമ്മൾ സൂചിപ്പിക്കുന്നത് ഫിഗർ വരക്കുവാണെങ്കിൽ ഒന്നുമില്ല, ചെറിയ ചേഞ്ച് മാത്രമേ വരുള്ളൂ. സം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് കുറച്ച് പോർഷൻ. ഇത് ബോയ്സിനെ സൂചിപ്പിക്കുന്ന വെൻ ഡയഗ്രാം. ഇത് ബോയ്സിനെ സൂചിപ്പിക്കുന്ന വെൻ ഡയഗ്രാം. ഇത് ഇൻ്റലിജൻറ്റിനെ സൂചിപ്പിക്കുന്ന വെൻ ഡയഗ്രാം. എന്നാൽ സം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സം എന്നുള്ളൊരു ടൈമാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിൽ സം ബോയ്സ് ഇൻ്റലിജൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇൻ്റലിജൻറ്റ് സം. അപ്പോൾ ഈ ഒരു ടൈം ഇതൊരു കമ്പൈൻ ചെയ്ത് വരക്കുമ്പോഴുള്ളൊരു ഫോമാണ് ഈ സം ബോയ്സ് ആർ ഇൻ്റലിജൻറ്റ് എന്നുള്ളതിൻ്റെ വെൻ ഡയഗ്രാം. അതായത് ബോയ്സിനെ വരച്ചു, ഇൻ്റലിജൻറ്റ്. ഈ ഒരു പോർഷനാണ് സം ബോയ്സ് ആർ ഇൻ്റലിജൻറ്റ് എന്നുള്ളതിൻ്റെ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഒരു ടൈം കൂടിയുണ്ട്, ഓൾ. ഇത്രേ ഉള്ളൂ. അതും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെറിയ ചേഞ്ച്. ഓൾ ബോയ്സ് ആർ
ഇൻ്റലിജൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വെൻ ഡയഗ്രാം എല്ലാ ബോയ്സും ഇൻ്റലിജൻ്റ് ആണ്. ആ വെൻ ഡയഗ്രാം സൂചിപ്പിക്കുന്നത് ആദ്യം ബോയ്സ് വരച്ചു, ഇൻ്റലിജൻറ്റിൻ്റെ വെൻ ഡയഗ്രാം വരച്ചു. പക്ഷേ എന്നാൽ ഇങ്ങനെയല്ല പറഞ്ഞാൽ എല്ലാ ബോയ്സും ഇൻ്റലിജൻ്റ് ആണ്. അപ്പോൾ ഇൻ്റലിജൻ്റ് എന്നുള്ള വലിയ സർക്കിളിനകത്ത് ഈ എല്ലാ ബോയ്സും ഉൾപ്പെടുന്ന ഈ ഒരു രീതിയിലാണ് ആ വെൻ ഡയഗ്രാം വരുന്നത്. കുറച്ച് പ്രോബ്ലംസിലേക്ക് വരാൻ നേരത്ത് ഒന്നുകൂടി ഡീറ്റെയിൽ ആകും. ഇപ്പോൾ 2 ടൈംസ് മാത്രമല്ല 3 ടൈംസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും സൂചിപ്പിക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ വേറെ എക്സാമ്പിളാണ് ആനിമൽ, ക്യാറ്റ്. ഇതിൻ്റെ വെൻ ഡയഗ്രാം നമ്മൾ സൂചിപ്പിക്കുന്നത് ആനിമലിന് വരച്ചു. നമുക്കറിയാം ലോജിക്കലി എല്ലാ ക്യാറ്റും ആനിമലാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ആ വെൻ ഡയഗ്രാം വരുന്നത്. ഇത് ആനിമലിനെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഒരു ടൈമും കൂടി ഉണ്ടായിരുന്നു, ഡോഗ്. നമുക്കറിയാം ക്യാറ്റും ഡോഗും ആനിമലാണ്. ക്യാറ്റും ഡോഗും ആനിമലാണ്. അപ്പോൾ ക്യാറ്റും ഡോഗും തമ്മിൽ ബന്ധമില്ല. അപ്പം ഈ ക്യാറ്റും ഇപ്പം ഇതിനകത്ത് വേറൊരു സർക്കിളും വരും, ഡോഗിനുള്ളൊരു സർക്കിളും കൂടി വരും. ആ വെൻ ഡയഗ്രാം ഇത്തരത്തിലാണ് വരുന്നത്. ആനിമൽ, ക്യാറ്റ്, ഡോഗ്. ഓക്കെ. അടുത്ത് ഇപ്പോൾ പറഞ്ഞതിൻ്റെ കേസിൽ അതിൽ കുറച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഓൾ ലാപ്ടോപ്സ് ആർ കമ്പ്യൂട്ടേഴ്സ്. ലോജിക്കലി കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ വെൻ ഡയഗ്രാം താഴത്ത് ചോദിച്ചിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏതാണെന്ന് നോക്കാം. ഓൾ ലാപ്ടോപ്സ്, അത് ഇത് ലാപ്ടോപ്പിനെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ ഇത് കമ്പ്യൂട്ടർ. ഇവിടെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും തമ്മിൽ കണക്ഷൻ ഇല്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ല. എല്ലാ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ. അടുത്ത ബി എന്നെടുത്ത് പരിശോധിക്കാം. ഇത് ലാപ്ടോപ്പ്, ഇത് കമ്പ്യൂട്ടർ. ഈ ഒരു പോർഷനാണ് സം ലാപ്ടോപ്സ് ആർ കമ്പ്യൂട്ടേഴ്സ് എന്നുള്ളൊരു ഐഡിയയാണ് ഈ ഫിഗർ തരുന്നത്. അപ്പോൾ ഈ ഓപ്ഷനും അല്ല. അടുത്ത് നോക്കാം. ഇത് കമ്പ്യൂട്ടറെ കാണിക്കുന്നു, ഇത് ലാപ്ടോപ്പ്. അപ്പോൾ ഓൾ ലാപ്ടോപ്സ് ആർ കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള ഓപ്ഷൻ വന്നു. ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ അല്ലേ? The question given below contain 3 elements. These 3 elements may not have some link. Each group of elements may fit into one of the diagram ABCD. ഇവിടെ കുറച്ച് 3 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ 3 എലമെൻറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് ഒരു 5 ഓപ്ഷൻ ഫിഗേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ചൂസ് ചെയ്താൽ മതി ഏത് ഫിഗർ ആണെന്നുള്ളത്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് വീക്ക്, ഡേ, ഇയർ. ക്വസ്റ്റ്യൻ ഇങ്ങനെ പാറ്റേൺ വരാം. ഇതിൽ ഈ ചോദ്യമൊക്കെ SSC CGL ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. CGL CHSL. അടുത്ത വീക്ക്, ഡേ, ഇയർ എന്നുള്ളൊരു കണക്ഷൻ വെൻ ഡയഗ്രത്തിൽ എങ്ങനെ സൂചിപ്പിക്കുക എന്നുള്ളത് അത് ഇത്തരത്തിലാണ് സൂചിപ്പിക്കുന്നത്. ആദ്യം വീക്കിനൊരു സർക്കിൾ വരച്ചു. അങ്ങനെ വീക്കിനുള്ളിൽ അടുത്ത ഡേ എന്നുള്ളത് വീക്കിനുള്ളിൽ ഡേയ്സ് ഉണ്ടെന്നറിയാം. അപ്പോൾ ഡേയ്സ് വരച്ചു. അടുത്ത ഇയർ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇയർ എന്നുള്ളത് വീക്കും ഡേയും കൂടി ചേരുന്നതാണ് ഇയർ. ഇയർ കൺസിസ്റ്റ് ഓഫ് വീക്ക് ആൻഡ് ഡേയ്സ് എന്ന് നമുക്കറിയാം. ആ ഒരു വെൻ ഡയഗ്രാം വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ. രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ മെറ്റൽ അയൺ അല്ല, മെറ്റൽ കോമയുണ്ട്. മെറ്റൽ കോമ അയൺ കോമ ക്ലോറിൻ. ഇത് വെൻ ഡയഗ്രത്തിൽ എങ്ങനെ സൂചിപ്പിക്കാൻ നോക്കാം നമുക്ക്. ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. മെറ്റലിനൊരു സർക്കിൾ വരച്ചു. നമുക്കറിയാം അയൺ ഒരു മെറ്റലാണ്, ക്ലോറിൻ എന്നുള്ളത് ഒരു നോൺ മെറ്റലാണെന്ന് നമുക്കറിയാം. അത്തരത്തിൽ നോക്കുവാണെങ്കിൽ അയൺ എന്നുള്ളത് മെറ്റൽ എന്നുള്ള സർക്കിളിൻ്റെ ഉള്ളിൽ വരും. പക്ഷേ ക്ലോറിനും അയണും മെറ്റലും തമ്മിൽ ബന്ധമില്ല. ക്ലോറിൻ്റെ സർക്കിൾ സെപ്പറേറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വെൻ ഡയഗ്രാം വരുന്നത് ഓപ്ഷൻ ഇ ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 3 എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതേതാണെന്ന് നോക്കാം. മാനേജർ, ലേബർ യൂണിയൻ, വർക്കർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാനേജർക്ക് ഒരു സർക്കിൾ വരച്ചു, ഇത് മാനേജർ. അടുത്തത് ലേബർ യൂണിയൻ വരച്ചു. വർക്കേഴ്സ്, നമുക്കറിയാം എല്ലാ വർക്കേഴ്സും ലേബർ യൂണിയനിലുള്ളതാണ്. SSC CHSL ചോദിച്ചതാണ്. അന്ന് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് ഇതേപോലത്തെ ഈ ഒരു ഫിഗറാണ്. അത് വർക്കർ, എല്ലാ വർക്കറും ലേബർ യൂണിയനിലുണ്ട്. എന്നാൽ മാനേജർ ഇവരുമായി ബന്ധമില്ല, ഒരു സെപ്പറേറ്റ് സർക്കിളാണ്. അതും ഓപ്ഷൻ ഇ തന്നെയാണ്. ഓപ്ഷൻ ഇ. ഓക്കെ. നെക്സ്റ്റ് അടുത്ത നാലാമത്തെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഗ്രെയിൻ, വീറ്റ്, മെയ്സ്. ബേസിക്കലി സിമ്പിളാണ്. ഗ്രെയിൻസിനൊരു സർക്കിൾ വരച്ചു. നമുക്കറിയാം വീറ്റും മെയ്സും ഗോതമ്പ്, ചോളം, ധാന്യങ്ങൾ. വീറ്റും മെയ്സും ധാന്യങ്ങളാണെന്ന് അറിയാം. അപ്പോൾ ഗ്രെയിൻസിന് ഇത് വരച്ചു.
ഇത് വീറ്റ്, ഇത് മെയ്സ്. അപ്പോൾ ഇതിൻ്റെ വെൻ ഡയഗ്രാം ഇത്തരത്തിലാണ് വരുന്നത്. ഗ്രെയിൻസിനുള്ളിൽ വീറ്റും മെയ്സും. ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അഞ്ചാമത്തെ നോക്കാം. അത് CGL SSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ അല്ലേ? അഞ്ചാമത്തെ നോക്കാം. ട്രാവലേഴ്സ്, ട്രെയിൻ, ബസ്. ട്രാവലേഴ്സ് വരച്ചു, ട്രാവലേഴ്സിൻ്റെ ഒരു സർക്കിൾ വരച്ചു. ട്രാവലേഴ്സ്. അടുത്തത് ട്രെയിൻ, ബസ്. ട്രെയിനിനൊരു സർക്കിൾ വരച്ചു. അടുത്തത് ബസ്സിനൊരു സർക്കിൾ വരച്ചു. എന്നാൽ അന്ന് SSC ആൻസറായിട്ട് കൊടുത്തത് ഈ ഒരു ഓപ്ഷനാണ്. ഇത് ട്രാവല്, ഇത് ട്രാവലേഴ്സ്, ഇത് ട്രെയിൻ. ട്രാവലേഴ്സ് ആണ് സ്പെല്ലിങ്. ട്രാവലേഴ്സ്, ട്രെയിൻ, ബസ്. ട്രാവലേഴ്സിന് വരച്ചു. ഇത് ട്രെയിനാണ്. അടുത്തത് ബസ്സാണ്. കുറച്ച് ട്രാവലേഴ്സ് ട്രെയിനിന് യാത്ര ചെയ്യുന്നവരും കുറച്ച് ട്രാവലേഴ്സ് ബസ്സിന് യാത്ര ചെയ്യുന്നവരും. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ SSC ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഓപ്ഷൻ C ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റിലേക്ക് പോവാം. അടുത്തത് ടീ, കോഫി, ഡ്രിങ്ക് എന്നുള്ളൊരു കൺസെപ്റ്റ്. നമുക്കറിയാം ടീയും കോഫിയും ഡ്രിങ്ക് ആണ്. അപ്പോൾ ഡ്രിങ്കിനൊരു സർക്കിൾ വരച്ചു. അതിൻ്റെ ഉള്ളിൽ ടീ ഉണ്ട്, കോഫി ഉണ്ട്. അത്തരത്തിൽ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ വെൻ ഡയഗ്രാം വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റിലേക്ക് പോവാം. ലാംഗ്വേജസ് ഫ്രഞ്ച്, ജർമ്മൻ. നമുക്കറിയാം ഫ്രഞ്ചും ജർമ്മനും ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് ഫ്രഞ്ച്, ജർമ്മൻ. അതിൻ്റെ വെൻ ഡയഗ്രാം ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഫ്രഞ്ചും ജർമ്മനും ലാംഗ്വേജസ് ആണെന്നുള്ള കൺസെപ്റ്റാണ്. അതും ഓപ്ഷൻ ബി തന്നെയാണ്. അടുത്തത് റോംബസ്, ക്വാഡ്രിലാറ്ററൽസ്, പോളിഗൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോംബസ് നമുക്കറിയാം ഒരു സ്ക്വയർ സ്ലൈഡ് ചെയ്ത് വെച്ച വശങ്ങളെല്ലാം തുല്യമായ ഒരു 4 സൈഡഡ് ഫിഗർ ആണ് റോംബസ് എന്നുള്ളത്. ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറഞ്ഞാൽ എനി 4 സൈഡഡ് പോളിഗണിനെയാണ് ക്വാഡ്രിലാറ്ററൽ. ഏതെങ്കിലും 4 വശമുള്ളൊരു പോളിഗണിനെ വിളിക്കുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽസ്. ഓക്കെ, 4 സൈഡഡ് പോളിഗൺ. 4 സൈഡഡ് പോളിഗൺ ആണ് ക്വാഡ്രിലാറ്ററൽസ്. ഇപ്പോൾ റോംബസ്, ക്വാഡ്രിലാറ്ററൽസ്. റോംബസിന് ഒരു സർക്കിൾ വരച്ചു. റോംബസ് 4 സൈഡിലുള്ളൊരു ക്വാഡ്രിലാറ്ററലാണ്. 4 സൈഡിലുള്ള ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ അതും വരച്ചു, ക്വാഡ്രിലാറ്ററൽ വരച്ചു. അടുത്ത പോളിഗൺസ്. ഇതെല്ലാം പോളിഗൺസിൽ വരുന്നു. അതിൻ്റെ ഓപ്ഷൻ എ ആണ്. കാണാം, ഒന്ന് മേലിലേക്ക് എടുത്ത് എഴുതാം. ഓപ്ഷൻ എ ആണ്. റോംബസ്, ക്വാഡ്രിലാറ്ററൽസ്, പോളിഗൺ. ഇതിൻ്റെ വെൻ ഡയഗ്രാം വരുന്നത് റോംബസിനൊരു വെൻ ഡയഗ്രാം വരച്ചു. ക്വാഡ്രിലാറ്ററൽസ്, എല്ലാ ക്വാഡ്രിലാറ്ററൽസും പോളിഗൺസ് ആണ്. ഓപ്ഷൻ എ ആണ്. അടുത്ത സെക്ഷൻ എന്താണെന്ന് നോക്കാം. അടുത്തൊരു വിച്ച് ഡയഗ്രാം റെപ്രസെൻറ്റ് വുമൺ, മാരീഡ് പേഴ്സൺ, വൈഫ്സ് ഹു വർക്ക്സ്. ഇതിൻ്റെ വെൻ ഡയഗ്രാം താഴത്തെ 3 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വരയ്ക്കാം. വുമണിൻ്റെ ഒരു വെൻ ഡയഗ്രാം നമ്മൾ വരച്ചു. സർക്കിളാണ് ഓപ്ഷനിൽ തന്നെ, സർക്കിൾ വരച്ച് ഏത് വേണമെങ്കിലും നമുക്ക് വെച്ച് വരച്ച് നോക്കാം. ഇപ്പോൾ സർക്കിളാണ് ഓപ്ഷനിലേക്ക് കിടക്കുന്നത്, അതുകൊണ്ട് നമ്മൾ സർക്കിൾ എടുത്തു. അടുത്ത മാരീഡ് പേഴ്സൺ നമ്മൾ വേറൊരു വെൻ ഡയഗ്രാം വരച്ചു. അടുത്ത വൈഫ്സ്. ഇവിടെ ഈ ഒരു കൺസെപ്റ്റാണ് മനസ്സിലാവുക. വൈഫ്സ് എന്ന് പറയുമ്പോൾ മാരീഡ് ആയിട്ടുള്ള വുമൺസിനെയാണ് വൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്നത് കുറച്ച് മാരീഡ് പേഴ്സണിൽ വുമൺസ് ഉണ്ട്. അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇത് വുമൺ, ഇത് മാരീഡ് പേഴ്സൺ. അപ്പോൾ ഈ ഒരു പോർഷനാണ് മാരീഡ് വുമൺസിനെ സൂചിപ്പിക്കുക, വൈഫ്സിനെ സൂചിപ്പിക്കുക. വൈഫ് അതായത് മാരീഡ് വുമൺ. അത് മാത്രമല്ല വൈഫ് വർക്ക്, എല്ലാ വൈഫും വർക്ക് ചെയ്തതെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. കുറച്ച് പേരൊന്നും പറയില്ല, വൈഫ്സ് വർക്ക്സ് എന്നേ പറയുള്ളൂ. ഓൾ വൈഫ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയഗ്രാം നമുക്ക് ചൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇതുമല്ല, മാരീഡ് ആയിട്ടുള്ള വുമൺ, ഇത് വുമൺ, ഇത് മാരീഡ് പേഴ്സൺസ്, ഇത് വൈഫ്സ് വർക്ക്സ് എന്നാണ്. അപ്പോൾ അതിനുള്ളിലൊരു സർക്കിൾ വരും. എല്ലാ വുമണും വർക്ക് ചെയ്യുന്നില്ല, ഈ ഒരു പോർഷനാണ്. അപ്പോൾ ഇതിനോട് സ്യൂട്ടായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്.
റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ബിലോ ആൻഡ് ചൂസ് ദ കറക്റ്റ് ഡയഗ്രാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം, ഓൾ ഗാർഡൻസ് ആർ ഓർക്കാഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സം ഗാർഡൻസ് ആർ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. അതിനെ വെൻ ഡയഗ്രത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓൾ ഗാർഡൻ, ഓൾ എന്ന് പറയുമ്പോൾ തന്നെ എന്തിനെങ്കിലും ഉള്ളൂ. ഓൾ ഇത് ഗാർഡനെ സൂചിപ്പിക്കുന്നു. ഓൾ ഗാർഡൻസ് ആർ ഓർക്കാഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗാർഡൻസ്, ഓൾ ഗാർഡൻസ് ഓർക്കാഡ്സ്, ഇത് ഓർക്കാഡ്സ്. സം ഗാർഡൻസ് ആർ ഗ്രൗണ്ട്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സം ഈ ഒരു രീതിയിലാണ് അതിൻ്റെ വെൻ ഡയഗ്രാം വരുന്നത്. ഇത് ഗ്രൗണ്ട്സ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിൽ വേറൊരു കണക്ഷൻ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഡയറക്റ്റായിട്ട് പറയുന്നില്ല. സം ഓർക്കാഡ്സ് ഗ്രൗണ്ട്, അതായത് ഈ ഒരു പോർഷനാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഒരു ഇൻഡയർ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ നിന്നുള്ളത്. സം ഓർക്കാഡ്സ് ആർ ഗ്രൗണ്ട് എന്നൊരു കൺസെപ്റ്റും കൂടി ഇതിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സ്റ്റഡി ദ ഡയഗ്രാം ബിലോ ആൻഡ് ഇൻഡിക്കേറ്റ് വിച്ച് വൺ ഓഫ് ദ ചോയ്സസ് ഗീവ്സ് ദ വാലിഡ് കൺക്ലൂഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ചോദിച്ചത് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് വെൻ ഡയഗ്രാം ചൂസ് ചെയ്യാനായിരുന്നു. ഇതിപ്പോൾ വെൻ ഡയഗ്രാം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ഡയഗ്രാമാണ് ഇത്. സ്റ്റേറ്റ്മെൻറ്റ്, ഇതിൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുമായിട്ട് ഓൾ ഫിഷസ് നമുക്കൊന്ന് പരിചയം. ഓൾ ഫിഷസ് ആർ ബേഡ്സ്. അങ്ങനെ വരുവാണെങ്കിൽ ഇത് ഫിഷിനെ വരച്ചു, ഇത് ബേഡ് വരച്ചു. ഈ ഒരു രീതിയിലാണ് അതിൻ്റെ വെൻ ഡയഗ്രാം വരുന്നത്. അപ്പോൾ ഓപ്ഷൻ 1 അല്ല. അടുത്തത് നോ ഫിഷ് ആർ ബേഡ്സ്. ഇത് ഫിഷിന് വരച്ചു, ഇത് ബേഡ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ വരച്ചു. ഇപ്പം തമ്മിൽ കണക്ഷൻ ഇല്ല. ഈ ഒരു രീതിയിൽ ആ വെൻ ഡയഗ്രാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തതും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. സം ഫിഷ് ആർ ബേഡ്സ്, അതിൻ്റെ വെൻ ഡയഗ്രാം വരുന്നത് ഫിഷ്, ബേഡ്, ഈ ഒരു പോർഷനാണ് സം ഫിഷ് ആർ ബേഡ്സ് എന്ന് വരുന്നത്. അപ്പം അതുമല്ല. സം ഫിഷ് ആർ നോട്ട് ബേഡ്സ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ വരും. ഫിഷ്, ഇത് ബേഡ്സ്, അതുമല്ല. അപ്പോൾ ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ നോ ഫിഷ് ആർ ബേഡ്സ് എന്നുള്ളതാണ് ഈ വെൻ ഡയഗ്രാം കൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റഡി ദ ഡയഗ്രാം ബിലോ ആൻഡ് ഇൻഡിക്കേറ്റ് വിച്ച് വൺ ഓഫ് ദ ചോയ്സസ് ഗീവ്സ് ദ വാലിഡ് കൺക്ലൂഷൻ. ഈ ഡയഗ്രാം ബേസ് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കൺക്ലൂഷൻ തന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നോ ഹോഴ്സസ് ആർ ഡോഗ്സ്. ഒരു ഹോഴ്സും ഡോഗ് അല്ല, അത് ശരിയാണ്. അതിൻ്റെ ഒരു കൺക്ലൂഷൻ സം ക്യാറ്റ്സ് ആർ ഹോഴ്സസ്. ഇത് ശരിക്കും ഈ ഡയഗ്രാം വെച്ച് നോക്കുവാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് റെഡിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഇതാണ്. ഇനി അടുത്തത് നമുക്ക് ഓരോന്നോരോന്ന് ചെക്ക് ചെയ്യാം. ഓൾ ഹോഴ്സസ് ആർ ക്യാറ്റ്സ്. എല്ലാ ഹോഴ്സും ക്യാറ്റ് ആണെങ്കിൽ അതിൻ്റെ ഡയഗ്രാം വരുന്നത് ഇത്തരത്തിലാണ്. പക്ഷേ അങ്ങനത്തെ ഒരു ഡയഗ്രാം ഇല്ല, അത് കംപ്ലീറ്റ്ലി റോങ് ആണ്. അടുത്തത് ഓൾ ഡോഗ്സ് ആർ ഹോഴ്സസ്. അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഈ ഓൾ ഹോഴ്സസ് ആർ ക്യാറ്റ് അവിടെ തന്നെ റോങ് ആയി. അടുത്തത് ഓൾ ഡോഗ്സ് ആർ ഹോഴ്സസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഡോഗ്, ഇത് ഹോഴ്സിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഒരു വെൻ ഡയഗ്രാം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതും റോങ് ആയിട്ടുള്ള ഓപ്ഷനാണ്. അടുത്ത സം ക്യാറ്റ്സ് ആർ ഡോഗ്സ്. ഇത് ക്യാറ്റ്, ഇത് ഡോഗ്. അപ്പോൾ ഈ ഒരു പോർഷനാണ് ഇത് ഡോഗിനെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഡോഗും ക്യാറ്റും തമ്മിൽ കണക്ഷൻ ഇല്ല. ആ ഓപ്ഷൻ റോങ് ആണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നോ ഹോഴ്സസ് ആർ ഡോഗ്സ്, സം ക്യാറ്റ്സ് ആർ ഹോഴ്സസ്. നെക്സ്റ്റ് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഓഫ് ഫിഗേഴ്സ് ബെസ്റ്റ് റെപ്രസെൻറ്റ് ഡോക്ടേഴ്സ്, പേഷ്യൻസ് ആൻഡ് ഫീമെയിൽസ്? അപ്പോൾ നമുക്ക് 3 പേരെ സൂചിപ്പിക്കുന്ന ഈ ഓപ്ഷൻ വൈസ് തന്നെ നമുക്ക് നോക്കാം. ഡോക്ടേഴ്സ്, ഇത് ഡോക്ടേഴ്സിനെ സൂചിപ്പിക്കുന്നു. ഇത് പേഷ്യൻസ്, ഇത് ഫീമെയിൽസ്. പക്ഷേ ഇവർ തമ്മിൽ കണക്ഷൻ ഇല്ലാത്ത രീതിക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഫീമെയിൽസിന് ഡോക്ടേഴ്സ് ആകാം, ഡോക്ടേഴ്സ് ഡിസീസ് വെച്ച് പേഷ്യൻസും ആകാം. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല. അടുത്തത് ഇത് ഡോക്ടർ, ഇത് പേഷ്യൻറ്റ്, ഇത് ഫീമെയിൽസ് ആണെങ്കിൽ കുറച്ച് ഫീമെയിൽസ് പേഷ്യൻ്റ് ആണ്, കുറച്ച് ഡോക്ടേഴ്സ് പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടറും പേഷ്യൻറ്റും ഫീമെയിൽസും ആകാൻ സാധ്യതയുണ്ട്. ഫീമെയിൽസിന് ഡോക്ടർ ആകാം, പേഷ്യൻറ്റും ആകാം അവർ. അപ്പോൾ ഈ ഓപ്ഷനും റോങ് ആണ്. അടുത്ത ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇത് ഡോക്ടർ, ഇത് പേഷ്യൻറ്റ്, ഇത് ഫീമെയിൽസ്. ഈ ഒരു പോർഷനൊക്കെ സൂചിപ്പിക്കുന്നത് ഇത് ഡോക്ടറും പേഷ്യൻറ്റും ഫീമെയിൽസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആകാൻ സാധ്യതയുള്ളത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് സൂചിപ്പിക്കുന്നത് ഇത് ഡോക്ടർ, അങ്ങനെ ഈ ഓപ്ഷൻ കംപ്ലീറ്റ്ലി റോങ് ആണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഡോക്ടേഴ്സ് ആകാം, പേഷ്യൻസ് ആകാം, ഫീമെയിൽസ് ആകാം. ഫീമെയിൽസിന് ഡോക്ടേഴ്സ് ആകാം, പേഷ്യൻസും ആകാം. അങ്ങനെ എല്ലാം തമ്മിലൊരു കണക്ഷൻ കിട്ടുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ഇൻ ദ ഫോളോയിങ് ഫിഗർ, ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ദ സർക്കിൾ സ്റ്റാൻഡ്സ് ഫോർ എംപ്ലോയിഡ്. ഒന്നുമില്ല, സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് വായിച്ച് ഈ സർക്കിൾ എന്താണ്, സ്ക്വയർ എന്താണ്, റെക്റ്റാങ്കിൾ എന്താണ്,
ട്രയാങ്കിൾ എന്താണെന്നുള്ളത് നമ്മൾ ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇൻ ദ ഫോളോയിങ് ഫിഗർ ദ സർക്കിൾ സ്റ്റാൻഡ് ഫോർ എംപ്ലോയിഡ്. അതൊന്ന് സൂചിപ്പിക്കും. സർക്കിൾ എംപ്ലോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ സ്ക്വയർ സ്റ്റാൻഡ് ഫോർ ഹാർഡ് വർക്കിംഗ്. ഇതാണ് സ്ക്വയർ ആയിട്ട് വന്നിരിക്കുന്നത്. അത് ഹാർഡ് വർക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ അല്ല, ട്രയാങ്കിൾ സ്റ്റാൻഡ് ഫോർ റൂറൽ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ റെക്റ്റാങ്കിൾ സ്റ്റാൻഡ്സ് ഫോർ ഇൻ്റലിജൻറ്റ്. അത് സൂചിപ്പിച്ചു. ഇനി അതിന് ബന്ധപ്പെട്ട ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക്. ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് പോകുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോൺ റൂറൽ എംപ്ലോയിഡ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഇൻ്റലിജൻറ്റ് പീപ്പിൾ ആർ ഇൻഡിക്കേറ്റഡ് ബൈ വിച്ച് റീജിയൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് റീജിയനിലാണ് അത് ഉൾക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. നോൺ റൂറൽ ആയിരിക്കണം. അപ്പോൾ ഈ ട്രയാങ്കിളിൽ വരാൻ പാടില്ല. ട്രയാങ്കിളിലുള്ള ഓപ്ഷൻ ഒന്നും വരത്തില്ല. ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു സ്ക്വയറിൽ വരാം. ഹാർഡ് വർക്കിംഗ് ആൻഡ് അല്ല എംപ്ലോയിഡ് ഹാർഡ് വർക്കിംഗ് ആൻഡ് എംപ്ലോയ്. അപ്പോൾ സർക്കിളിൽ വരണം. ഇൻ്റലിജൻ്റ് എന്നുള്ള റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൽ വരണം. എംപ്ലോയിഡ് ആയിരിക്കണം, ഇൻ്റലിജൻ്റ് ആയിരിക്കണം, ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. ഇത് മൂന്നും കൂടി വരുന്നത് റെക്റ്റാങ്കിളിലും സ്ക്വയറിലും സർക്കിളിലും വരുന്നതാണ്. ഈ 11 എടുക്കാൻ പറ്റത്തില്ല. 11 സർക്കിളിൽ വരുന്നില്ല. അപ്പോൾ 11 ക്യാൻസൽ ചെയ്യാം. 9 ആണെങ്കിൽ റെക്റ്റാങ്കിളിൽ ഇൻ്റലിജൻ്റ് ആണ്, ഹാർഡ് വർക്കിംഗ് ആണ്, എംപ്ലോയിഡ് ആണ്. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 8ഉം 10ഉം എടുക്കാൻ പറ്റത്തില്ല. അത് സ്ക്വയറിൽ കയറിയിട്ടില്ല. സ്ക്വയർ എന്തിൻ്റെ സൂചി? ഹാർഡ് വർക്കിംഗ് അല്ല. അതുകൊണ്ട് ഇവിടുത്തെ ഓപ്ഷൻ 9 ആണ്. ഓക്കെ അല്ലേ? അടുത്ത അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. എംപ്ലോയിഡ് അതിൻ്റെ തന്നെ പാർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് റൂറൽ, ഇത് ഇൻ്റലിജൻ്റ്, അപ്പോൾ ഇത് ഹാർഡ് വർക്കിംഗ്. അടുത്ത് ചോദിച്ചിരിക്കുന്നത് നോൺ റൂറൽ. അവിടെയും ട്രയാങ്കിൾ ഉൾപ്പെടാൻ പാടില്ല. ട്രയാങ്കിൾ കംപ്ലീറ്റ്ലി റോങ് ആണ്. എംപ്ലോയിഡ് പീപ്പിൾ ആയിരിക്കണം. ഹു ആർ നെയ്തർ ഇൻ്റലിജൻറ്റ് നോർ ഹാർഡ് വർക്കിംഗ്. ഇപ്പോൾ ഇൻ്റലിജൻറ്റും ആവാൻ പാടില്ല, ഹാർഡ് വർക്കിങ്ങും ആകാൻ പാടില്ല. അത്തരത്തിൽ സർക്കിളിൽ മാത്രം വരുന്ന ആൾക്കാരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് സർക്കിളിൽ മാത്രമേ ഉൾപ്പെടാൻ പാടുള്ളൂ. അതായത് ഈ ഒരു പോർഷനാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അത് 7 ആണ്. അതായത് എംപ്ലോയിഡ് ആയിട്ടുള്ള മാത്രം ആൾക്കാരെയാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് നോക്കാം നമുക്ക്. അടുത്ത ഇൻ്റലിജൻ്റ് എംപ്ലോയി. ഇൻ്റലിജൻ്റ് കോമ ഉണ്ടേ. ഇൻ്റലിജൻ്റ് കോമ എംപ്ലോയിഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഇൻ്റലിജൻ്റ് ആയിരിക്കണം, എംപ്ലോയിഡ് ആയിരിക്കണം, ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, നോൺ റൂറൽ ആയിരിക്കണം. അതായത് റൂറലിനെ സൂചിപ്പിക്കുന്നത് ട്രയാങ്കിൾ ആണ്. ഇത് ഇൻ്റലിജൻ്റ്, ഇത് എംപ്ലോയിഡ്, ഇത് ഹാർഡ് വർക്കിംഗ്. ഇത് എംപ്ലോയിഡ്, ഇത് ഹാർഡ് വർക്കിംഗ്. അതിൽ നോൺ റൂറൽ അതായത് ട്രയാങ്കിൾ ഉൾപ്പെടാൻ പാടില്ല. എന്നാൽ ബാക്കിയെല്ലാം വേണം. ഇൻ്റലിജൻ്റ് ആയിരിക്കണം, എംപ്ലോയിഡ്, ഇൻ്റലിജൻ്റ്, എംപ്ലോയിഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ്, നോൺ റൂറൽ. ഇൻ്റലിജൻ്റ്, എംപ്ലോയിഡ്, ഹാർഡ് വർക്കിംഗ്. അതായത് സ്ക്വയറിലും റെക്റ്റാങ്കിളിലും സർക്കിളിലും മാത്രമേ വരാൻ പാടുള്ളൂ. 7 പറ്റത്തില്ല, അത് ഇതിൽ വന്നിട്ടില്ല. 10ഉം പറ്റത്തില്ല, 8ഉം പറ്റത്തില്ല, സ്ക്വയറിലില്ല, റെക്റ്റാങ്കിളിൽ ഇത് മാത്രമേ ഉള്ളൂ. 9 ഓക്കെയാണ്, ട്രയാങ്കിളിലില്ല, എന്നാൽ ബാക്കി സ്ക്വയറിലും റെക്റ്റാങ്കിളിലും സർക്കിളിലും ഉണ്ട്. 11 പറ്റത്തില്ല, സർക്കിളിൽ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അതിൻ്റെ അടുത്ത പാട്ട് നമുക്ക് നോക്കാം. ഹാർഡ് വർക്കിംഗ്. ഹാർഡ് വർക്കിങ്ങിനെ സൂചിപ്പിക്കുന്നത് ഇതാ. ഹാർഡ് വർക്കിംഗ്, ഇത് ഇൻ്റലിജൻറ്റ്, ഇത് റൂറൽ, അത് എംപ്ലോയിഡ്. ഹാർഡ് വർക്കിംഗ് നോൺ റൂറൽ പീപ്പിൾ. അപ്പം ട്രയാങ്കിളിൽ ഉൾപ്പെടാൻ പാടില്ല, നോൺ റൂറൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹു ആർ നെയ്തർ എംപ്ലോയിഡ് നോർ ഇൻ്റലിജൻറ്റ്. ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, നെയ്തർ ഇൻ്റലിജൻറ്റ് നോർ എംപ്ലോയിഡ്. ഇൻ്റലിജൻ്റ് ആവാൻ പാടില്ല, നോർ ഇൻ്റലിജൻറ്റ്, നെയ്തർ എംപ്ലോയിഡ് നോർ ഇൻ്റലിജൻറ്റ്. അപ്പം സർക്കിളിലും വരാൻ പാടില്ല, ഇൻ്റലിജൻ്റ് എന്ന ഈ ഒരു സെക്ഷനിലും വരാൻ പാടില്ല. പക്ഷേ ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, നോൺ റൂറൽ. അപ്പം ഹാർഡ് വർക്കിംഗ് എന്നുള്ളൊരു ട്രയാങ്കിളിലും വരാൻ പാടില്ല. ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 11 ഒന്നും എടുക്കാൻ പറ്റത്തില്ല, കാരണം 11 ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് പീപ്പിൾസ് ആണ് 11 എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ 12 ആണ്, ഹാർഡ് വർക്കിംഗ് ഒള്ളി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതുമായി ബന്ധപ്പെട്ട്. ഇൻ്റലിജൻറ്റ്, റൂറൽ, എംപ്ലോയിഡ്. ആ ക്വസ്റ്റ്യൻ്റെ പാട്ട് തന്നെയാണ്, അതാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്.
ഇൻ ദ ഫോളോയിങ് ഫിഗർ. അടുത്ത റൂറൽ എംപ്ലോയിഡ്. റൂറലായിട്ടുള്ള എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾ, റൂറലും ആയിരിക്കണം എംപ്ലോയിഡ് ആയിരിക്കണം. അപ്പോൾ ട്രയാങ്കിളിൽ വേണം, സർക്കിളിലും വേണം. നെയ്തർ ഇൻ്റലിജൻറ്റ് നോർ ഹാർഡ് വർക്കിംഗ്. റെക്റ്റാങ്കിളിലും സ്ക്വയറിലും കയറാത്ത ട്രയാങ്കിളിലും സർക്കിളിലും ഉള്ള ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്. ട്രയാങ്കിളിലും സർക്കിളിലും കോമൺ 6 ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല. 8 എടുത്തു കഴിഞ്ഞാൽ അത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇൻ്റലിജൻറ്റും എംപ്ലോയിഡും റൂറലും ആയിപ്പോൾ നമ്മളോട് റൂറൽ എംപ്ലോയിഡ് പീപ്പിളെ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. റൂറൽ എംപ്ലോയിഡ് പീപ്പിൾ ഹു ആർ നെയ്തർ ഇൻ്റലിജൻറ്റും ആകാൻ പാടില്ല, ഹാർഡ് വർക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് SSC CGL ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ, നോക്കിക്കോ. ഡയഗ്രാം നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ ഓപ്ഷൻസും ഉണ്ട്. ക്വസ്റ്റ്യൻ വായിക്കാം ഫസ്റ്റ്. ഇൻ ദ ഗിവൺ ഫിഗർ 10% ആർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്, അനദർ 10% ആർ സ്റ്റുഡൻറ്റ് ടീച്ചർ, അനദർ 10% ആർ സ്റ്റുഡൻറ്റ് ടീച്ചർ ആൻഡ് പാരൻസ്, സ്റ്റുഡൻറ്റ് കോമ 15% ആർ ടീച്ചേഴ്സ് ആൻഡ് പാരൻസ്, 35% സ്റ്റുഡൻസ്, 30% സ്റ്റുഡൻസ് ആൻഡ് ആണ്, ആൻഡ് ടീച്ചേഴ്സ്. ഹൗ മെനി പെർസെൻറ്റേജ് ആർ ഓൺലി ടീച്ചർ പാരൻറ്റ് സ്റ്റുഡൻറ്റ്. ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ എഴുതണം, ഇല്ലെങ്കിൽ ഓപ്ഷൻ വൈസ് എല്ലാം ഉണ്ടാവും തെറ്റിപ്പോൾ. അപ്പോൾ ടീച്ചറിൻ്റെ വേണം, ടീച്ചർ ഉള്ളി, പാരൻ്റ് ഉള്ളി, സ്റ്റുഡൻറ്റ് ഉള്ളി. ഫസ്റ്റ് ടീച്ചറിന് നോക്കാം. അതായത് ഇൻ ദ ഗിവൺ 10% സ്റ്റുഡൻസ് ആർ സ്റ്റുഡൻറ്റ് ആൻഡ് പാരൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 10% അത് ഇതാണ്. അനദർ 10% സ്റ്റുഡൻറ്റ് ടീച്ചർ ആൻഡ് പാരൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റുഡൻറ്റും ടീച്ചറും അത് ഇതാണ്. 15% ആർ ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇതാണ്. പിന്നെ മിച്ചമുള്ള റിമൈനിങ് 35% സ്റ്റുഡൻറ്റ് ആൻഡ് ടീച്ചേഴ്സ്, അത് ഇതാണ്. അപ്പോൾ എല്ലാം ഡയഗ്രാം കറക്റ്റാണ്. നമുക്ക് ഇവിടെ വേണ്ടത് ടീച്ചർ ഉള്ളി, ഫസ്റ്റ് ഇതാണ് ടീച്ചർ. അത് കഴിഞ്ഞിട്ട് പാരൻ്റ് ഉള്ളി, സ്റ്റുഡൻറ്റ് ഉള്ളി. ഈ കോമൺ ആയിട്ടുള്ള ഒന്നും വേണ്ട, ഇതിൽ സെപ്പറേറ്റ് ആണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് ഒന്ന് നോക്കാം. അതിൽ ടീച്ചറിൻ്റെ കേസ് എടുക്കുക, ടീച്ചേഴ്സിൻ്റെ കേസ് എടുക്കുക. അതിൽ കോമൺ ആയിട്ടുള്ളതൊക്കെ കുറച്ച് കളയുക. ഈ 35, 10%, 100% ആണ് ടോട്ടൽ ടീച്ചേഴ്സ് ഉള്ളത്. അത് അസ്യൂം ചെയ്യുക നമ്മൾ. മൈനസ് ആ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന പെർസെൻറ്റേജ് ഡിക്രീസ് ചെയ്യുക. 35 + 10 + 15%. അതായത് 100, 35, 45, 50, 60. 45, 60. 100 - 60, 40% എന്ന് വരും. അടുത്തത് പാരൻസ് ഉള്ളിയാണ്. പാരൻസ് ഉള്ളി ഈ ഒരു പോർഷനാണ്. അത് പാരൻസ് കോമൺ ആയിട്ട് വരുന്നത് കുറച്ച് കളയുക. അതായത് 10 + 100% പാരൻസും ഉണ്ട്. മൈനസ് 10 + 10 + 15 ആണ്. അതായത് 10, 20, 30, 35% കുറച്ച്. 100 - 35, 65%. ഓക്കെ, അപ്പോൾ പാരൻസ് ഉള്ളി 65% എന്ന് കിട്ടി. ടീച്ചർ ഉള്ളി 40%. അടുത്ത സ്റ്റുഡൻറ്റ് ഉള്ളിയാണ്. ഈ ഒരു പോർഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് സ്റ്റുഡൻസ് കോമൺ ആയിട്ട് വരുന്നത് പ്ലസ് കുറച്ച് 100% ഡിക്രീസ് ചെയ്താൽ മതി. 35 + 10 + 10%. അതായത് 35 + 45, 55. 100 - 55, 45% ആണ്. നമുക്ക് ടീച്ചർ, പാരൻറ്റ്, സ്റ്റുഡൻറ്റ് ഉള്ളി 40%, 60%, 45%. ഓപ്ഷൻ നോക്കാം. 40, 65, 40. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. പക്ഷേ ഇത് ഓപ്ഷനിലെല്ലാം കിടപ്പുണ്ട്. 65 എന്നുള്ളത് പാരൻ്റ് ആണ്, 40 എന്നുള്ളത് ടീച്ചറാണ്, ബാക്കി 45 എന്നുള്ളത് സ്റ്റുഡൻ്റ് ആണ്. ഓപ്ഷനിൽ തമ്മിൽ തിരിച്ച്. പക്ഷെ നമ്മളോട് പ്രത്യേകം പാറ്റേണിൽ പറയാനുണ്ട് ടീച്ചർ, സ്റ്റുഡൻറ്റ്, ടീച്ചർ, പാരൻറ്റ്, സ്റ്റുഡൻറ്റ്. ആ ഒരു ക്രമത്തിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടണം, എന്നാലേ റൈറ്റ് ആകുള്ളൂ. അപ്പോൾ ഇവിടെ ടീച്ചർ 40%, പാരൻസ് 65%, സ്റ്റുഡൻസ് 45%. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ വെൻ ഡയഗ്രമായി ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.